ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഹെവി എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. റൊമാൻറ്റിക് വൈബ്രേഷനിലല്ല ഉള്ളത്. ന്യൂ ബിഗിനിങ് റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ ഇനി വെയിറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇവർ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും പാർട്ട്നേഴ്സ് ആക്ഷൻ എങ്ങനെ എടുക്കണം അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്ത എല്ലാ നിമിഷവും ഇപ്പോൾ അവർ ഓർമ്മയിൽ കൊണ്ടുവരികയാണ്. ഒരു പക്ഷേ നിങ്ങൾ സെപ്പറേഷനിലാണ് എങ്കിൽ കൂടുതലായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ ഭയങ്കരമായിട്ട് പൊസസീവ് ആകുന്നുണ്ട്. ഇവർ ഇങ്ങനെ പൊസസീവ് ആവാൻ കാരണം നിങ്ങളുടെ മേൽ എന്തെങ്കിലും സംശയം ഇവർക്കുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ഇവർക്ക് തോന്നുന്നത് നിങ്ങളുടെ പേരൻസ് കാരണമോ ഇല്ല എങ്കിൽ ഇവരുടെ പേരൻസ് കാരണമോ ഇവർക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയുണ്ട്. ഇവിടെ ഫാമിലി ഇഷ്യൂ ഉള്ളത് കാരണം ഇവർ ഭയങ്കരമായിട്ട് പൊസസീവ് ആകുകയാണ് നിങ്ങളുടെ കാര്യത്തിൽ. ഇവിടെ ഈഗോ കാര്യമായിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണ്. അതെന്തെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, അതായത് ഇവർക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇവരുടെ മനസ്സിലെ ഈഗോ അതിന് സാധിച്ചു കൊടുക്കുന്നില്ല. കാരണം അവർ വിചാരിക്കുന്നത് ഈഗോ കാരണം ആദ്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് കോൾ വരട്ടെ, ആദ്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് മെസ്സേജ് വരട്ടെ, അങ്ങനെ ചിന്തിച്ച് സമയം കളയുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈഗോയാണ് ഇവരെ കൊണ്ട് നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യാതിരിപ്പിക്കാൻ വേണ്ടി മെയിൻ കാരണമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട്. പക്ഷേ ഈഗോ കാരണമാണ് ഇവർ നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യാത്തത്. മെസ്സേജോ കോളോ ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വരട്ടെ, അപ്പോൾ മെസ്സേജോ കോളോ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇവരുടെ ഈഗോ. ഇവിടെ ചില ആൾക്കാരുടെ പാർട്ട്നേഴ്സ് നിങ്ങളോട് അകൽച്ച വച്ചിട്ടുണ്ട് എന്നാണ് നെക്സ്റ്റ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് അവർ ഒന്നുകിൽ നിങ്ങളെ റിജക്റ്റ് ചെയ്ത് കാണും, ഇല്ല എങ്കിൽ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനുള്ള ഡിസിഷൻ എടുത്ത് കാണും ഇവർ. അങ്ങനെ ഇവർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവർ പശ്ചാത്തപിക്കുകയാണ്. കാരണം ഇവർക്ക് മനസ്സിലായി ഒരിക്കലും നിങ്ങളെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ ഇവരെ കൊണ്ട് സാധിക്കത്തില്ല എന്ന്. അങ്ങനെയുള്ള പാർട്ട്നേഴ്സ് തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാൻ ശ്രമിക്കുകയാണ്. അതായത് ഇവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങളോട് അകൽച്ച വച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങളോട് ഇവർ ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല, നമുക്ക് പിരിയാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇവർ വരുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എപ്പോഴും നിങ്ങളുടെ ചിന്ത മാത്രമാണ് ഇവർക്കുള്ളത്. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ കൂടെ കുറിക്കുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. ഇനി ഇവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവർ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ വളരെയധികം വിഷമിക്കുകയാണ്. കാരണം നിങ്ങളോട് ഇവർ ഇൻജസ്റ്റിസ് ചെയ്തു. ആ ഒരു കാര്യം കാരണം ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. ഇപ്പോൾ ഇവർക്ക് തോന്നുകയാണ് നിങ്ങളോട് ജസ്റ്റിസ് ചെയ്തേ പറ്റത്തുള്ളൂ, നിങ്ങളെ മാരേജ് ചെയ്യണം എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് നിങ്ങളെ മാരേജ് ചെയ്യണം, നിങ്ങളുമായിട്ടുള്ള ആ ഒരു യൂണിയൻ, പെർമനൻ്റ് ആയിട്ടുള്ള യൂണിയൻ ഉണ്ടാകണമെന്നാണ്. ഇനി നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ നിങ്ങളുടെ ആ ഒരു മാരേജ് സിറ്റുവേഷൻ ഡിവോഴ്സിൽ പോവാതെ ആ ഒരു സിറ്റുവേഷൻ മുന്നോട്ട് പോസിറ്റീവായിട്ട് പോകണം. അതിനു വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും. ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ എനർജി കുറച്ച് ഹെവി ആണെങ്കിലും പോസിറ്റീവാണ്. കാരണം നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ഫേവറായിട്ടുള്ള എനർജിയാണ്. നിങ്ങൾക്ക് വേണ്ടി ഡിസിഷൻ എടുക്കണം, ആക്ഷൻ എടുക്കണം, ആ ഒരു എനർജിയിലാണ് ഇവർ ഉള്ളത്. നിങ്ങൾ തമ്മിൽ ഒത്തിരി ഡിസ്റ്റൻസിലാണ് ഉള്ളത്. പക്ഷെ അവർ മാക്സിമം ഇൻട്രസ്റ്റോടെ നിങ്ങൾ തമ്മിലുള്ള യൂണിയന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അവർക്ക് യൂണിയനിലാവാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റും ഇല്ല എന്ന്. അവരുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവർ എങ്ങനെയെങ്കിലും ഈ ഒരു അകൽച്ച കുറയ്ക്കാമെന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ന്യൂ ബിഗിനിങ്ങിൻ്റെ വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ
തുടങ്ങാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാർക്ക് കമ്മിറ്റ്മെൻറ്റ് ലഭിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി പൊസസീവാണ്. 24 മണിക്കൂറും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവർ ചിന്തിക്കുന്നത്. ഇവർ ഒത്തിരി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, അതായത് ഒത്തിരി നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു വിഷമം മാറ്റുവാൻ വേണ്ടി ഇവർ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാൻ പോവുകയാണ്. ഇവിടെ എന്ത് കാരണത്തിനാണോ ഇവർ നിങ്ങളെ ഡിസ്റ്റൻസിൽ വച്ചത്, അതായത് എന്ത് കാര്യം പറഞ്ഞിട്ടാണ് ഇവർ നിങ്ങളോട് ഡിസ്റ്റൻസ് കാണിച്ചത്, ആ കാരണം തന്നെ ഇല്ലാതാക്കുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളുമായിട്ട് യൂണിയനിലാവണം, ഇവർ ചെയ്ത തെറ്റുകൾക്ക് നിങ്ങളോട് മാപ്പ് ചോദിക്കണം, ഇതൊക്കെയാണ് ഇവരുടെ മനസ്സിലുള്ളത്. കാരണം നിങ്ങളോട് എന്തെങ്കിലും തെറ്റിവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജിയാണ്. അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ തമ്മിൽ ഇപ്പോൾ ഡിസ്റ്റൻസിലാണ് ഉള്ളത്, ഒരുമിച്ചല്ല. ഇവർ എന്തെങ്കിലും കാരണം പറഞ്ഞ് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ ആ ഒരു എനർജിയാണ് ഞാനിപ്പോൾ പറഞ്ഞ നെക്സ്റ്റ് ആക്ഷനിൽ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും തേർഡ് പാർട്ടിയിൽ നിന്ന് പുറത്തു വരണമെന്നും അല്ലെങ്കിൽ തേർഡ് പാർട്ടി റിലീസാകണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് സംഭവിക്കാൻ പോകുകയാണ് എന്നാണ് നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ അവരുടെ മാരേജ് ലൈഫ് ഒട്ടും തന്നെ സന്തോഷമായിട്ടല്ല പോകുന്നത് എന്നവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇല്ല, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് വേറൊരാളെ മാരേജ് ചെയ്തു, പക്ഷേ ആ മാരേജ് ലൈഫും വളരെ മോശം അവസ്ഥയിൽ കൂടെയാണ് പോകുന്നത്. ഇപ്പോഴാണ് നിങ്ങളുടെ വില അവർ മനസ്സിലാക്കിയത്. അപ്പോൾ ആ ഒരു മാരേജ് ലൈഫിനെ കുറിച്ച് നിങ്ങളോട് പറയുവാൻ ഇവർ ആഗ്രഹിക്കുന്നു. ഇനി മൂന്നാമത് നിങ്ങളുടെ പേഴ്സൺ സിംഗിളാണ്. ഇവരുടെ പേരൻസ് ആഗ്രഹിക്കുന്നത് അവരുടെ ഇഷ്ടത്തിന് അറേഞ്ച് മാരേജ് നിങ്ങളുടെ പേഴ്സൺ ചെയ്യണമെന്ന്. പക്ഷേ ഇവർക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല പേരൻസിൻ്റെ ഇഷ്ടത്തിന് മാരേജ് ചെയ്യാൻ. ഇവർക്ക് നിങ്ങളെയാണ് ഇഷ്ടം. അപ്പോൾ ഈ കാര്യങ്ങളും വരാൻ പോകുന്ന സമയം നിങ്ങളോട് ചർച്ച ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് യൂണിയനിലാകണമെന്നും എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും അതിനെല്ലാം നേരിടാനുള്ള ഒരു ശക്തി എനിക്ക് വേണമെന്നുമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇവരുമായിട്ടുള്ള യൂണിയനിൽ എന്തെങ്കിലും പ്രോബ്ലം വരുന്നെങ്കിൽ ഏത് അറ്റം വരെ പോയാണെങ്കിലും ആ പ്രോബ്ലംസ് ശരിയാക്കും എന്നുള്ള ആ ഒരു എനർജിയും ധൈര്യവും ഇവർക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഒരു ധൈര്യത്തിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്ന. ഒന്നിനെയും തന്നെ പേടിക്കാതെ ധൈര്യമുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. സ്റ്റാൻഡ് എടുക്കാനുള്ള വൈബ്രേഷനിലുമാണ് ഇവർ ഉള്ളത്. അതോറിറ്റിക്കായിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു വൈബ്രേഷനിലാണ് ഇവർ ഉള്ളത്. അപ്പോൾ എനർജി നിങ്ങളുടെ ഫേവറിലാണ്. നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോഴും കാണാൻ സാധിക്കുന്ന 3 നമ്പറാണ് ഇമ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത്. മാക്സിമം 3 ഡേയ്സ് അല്ലെങ്കിൽ മിനിമം 3 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസൊണേറ്റ് ആകുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.